ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയാണ്. ഇന്ന് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെ നല്ല മഴ. അതിൻ്റെ ഇടയ്ക്ക് സുബൈർക്ക് ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ ഓട്ടോ എടുക്കാൻ ലേറ്റായിട്ടാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ മീൻ കൊണ്ടുവരുന്ന ഇക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വലിയ കൊഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇക്ക കൊഞ്ച് 1 കിലോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അതങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളെ രാവിലെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വെപ്രാളമൊന്നുമില്ല. അവരൊരു 9 മണിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ വെപ്രാളമൊന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെയും ഇതൊക്കെ തന്നെ എൻ്റെ സ്ഥിരം പരിപാടി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നല്ല മഴ അങ്ങോട്ട് നിർത്താതെ പെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ വരുന്നതിന് മുമ്പ് ഈ മഴയൊന്നും തീർന്നാൽ മതി, ഇല്ലെങ്കിൽ ഈ മഴയത്ത് നനഞ്ഞ് പെറുക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അസുഖങ്ങളായിരിക്കുമേ. അപ്പോൾ ചെമ്മീനെല്ലാം പൊളിച്ച് വന്നപ്പോൾ, ചെമ്മീനല്ല വലുതിനെ നമ്മൾ കൊഞ്ചെന്നാണല്ലോ പറയുന്നത്, അപ്പോൾ കൊഞ്ചെല്ലാം പൊളിച്ച് വന്നപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ ആസ്വദിച്ച് ഞാൻ നിന്ന് അങ്ങോട്ട് വഴട്ടാമെന്ന് വിചാരിച്ചു. സവാള അങ്ങനെ കുറേ സവാള വഴട്ടി എടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഷാർജ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അടിച്ച് അങ്ങോട്ട് കുടിച്ചു. ഇനിയിപ്പോൾ മഴയത്തിന് ഷാർജ കുടിച്ചിട്ട് പനി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം പുറകെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത കൊഞ്ച് നമ്മൾ അതിലിട്ട് നന്നായിട്ട് എടുത്ത് മാറ്റി വെച്ച്. ഇന്ന് അധികം വെറൈറ്റീസ് ഒന്നുമില്ല. കൊഞ്ചും പൊരിച്ച് കൊഞ്ച് റോസ്റ്റും ചെയ്ത് പിന്നെ കുറച്ച് ചാറേറി മാത്രമേ ഉള്ളൂ. കൊഞ്ച് ഞാനാണെങ്കിൽ മാവിൽ മുക്കി പൊരിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കൊഞ്ച് മാവിൽ മുക്കി പൊരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് മാവിൽ മുക്കി പൊരിക്കാനായിട്ട് എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കൊഞ്ചൊക്കെ പൊരിച്ച് തിന്നുന്നത്. പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയാണ്. ഇന്ന് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെ നല്ല മഴ. അതിൻ്റെ ഇടയ്ക്ക് സുബൈർക്ക് ഇന്ന് മഴ ആയതുകൊണ്ട് തന്നെ ഓട്ടോ എടുക്കാൻ ലേറ്റായിട്ടാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ മീൻ കൊണ്ടുവരുന്ന ഇക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വലിയ കൊഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇക്ക കൊഞ്ച് 1 കിലോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ അതങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളെ രാവിലെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം വെപ്രാളമൊന്നുമില്ല. അവരൊരു 9 മണിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ വെപ്രാളമൊന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെയും ഇതൊക്കെ തന്നെ എൻ്റെ സ്ഥിരം പരിപാടി, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നല്ല മഴ അങ്ങോട്ട് നിർത്താതെ പെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ വരുന്നതിന് മുമ്പ് ഈ മഴയൊന്നും തീർന്നാൽ മതി, ഇല്ലെങ്കിൽ ഈ മഴയത്ത് നനഞ്ഞ് പെറുക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അസുഖങ്ങളായിരിക്കുമേ. അപ്പോൾ ചെമ്മീനെല്ലാം പൊളിച്ച് വന്നപ്പോൾ, ചെമ്മീനല്ല വലുതിനെ നമ്മൾ കൊഞ്ചെന്നാണല്ലോ പറയുന്നത്, അപ്പോൾ കൊഞ്ചെല്ലാം പൊളിച്ച് വന്നപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ ആസ്വദിച്ച് ഞാൻ നിന്ന് അങ്ങോട്ട് വഴട്ടാമെന്ന് വിചാരിച്ചു. സവാള അങ്ങനെ കുറേ സവാള വഴട്ടി എടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഷാർജ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അടിച്ച് അങ്ങോട്ട് കുടിച്ചു. ഇനിയിപ്പോൾ മഴയത്തിന് ഷാർജ കുടിച്ചിട്ട് പനി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം പുറകെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത കൊഞ്ച് നമ്മൾ അതിലിട്ട് നന്നായിട്ട് എടുത്ത് മാറ്റി വെച്ച്. ഇന്ന് അധികം വെറൈറ്റീസ് ഒന്നുമില്ല. കൊഞ്ചും പൊരിച്ച് കൊഞ്ച് റോസ്റ്റും ചെയ്ത് പിന്നെ കുറച്ച് ചാറേറി മാത്രമേ ഉള്ളൂ. കൊഞ്ച് ഞാനാണെങ്കിൽ മാവിൽ മുക്കി പൊരിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കൊഞ്ച് മാവിൽ മുക്കി പൊരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് മാവിൽ മുക്കി പൊരിക്കാനായിട്ട് എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കൊഞ്ചൊക്കെ പൊരിച്ച് തിന്നുന്നത്. പിന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.